വേറെ പ്രശ്നം എന്താ വെച്ചാല് ഷീറ്റ് 15 അടി വണ്ടിനെ കുറച്ച് ആയിക്കോട്ടെ. 100 വാങ്ങിയ പുതിയതൊക്കെ തന്നെ അല്ലേ അടിക്കലുള്ളൂ. ചെങ്ങൈമാരെ രാവിലെ തന്നെ നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. നമ്മുടെ വണ്ടിയുടെ മാറ്റൊക്കെ ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നൊക്കെ കിട്ടണമെങ്കിൽ തന്നെ കുടയെ കൊണ്ട് പോകേണ്ടി വരും. ഹായ് ചെങ്ങൈമാരെ, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഏതാണ്ട് ഒരു 6-6:30 എണീറ്റിട്ടുണ്ട്. 6-6:30 എണീറ്റ് എഡിറ്റിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ ബുക്ക് കുറച്ചും കൂടി ഒന്ന് വായിച്ചു നോക്കാമെന്ന് കരുതി. രാത്രിയിൽ എനിക്ക് അത്ര തൊട്ട് എന്താ പറയുക, ബുക്ക് വായിക്കുമ്പോഴേക്ക് നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലാക്കണമല്ലോ. അപ്പോൾ രാത്രി വായിച്ചിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ശരിക്കും മനസ്സിലാവില്ല. ടി വിയുടെ സൗണ്ട് പിന്നെ പുതിയതായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് 1/2 മണിക്കൂർ. വാവ്, ഇൻട്രസ്റ്റിംഗ് ആണ്. തുടരും. നല്ല തണുപ്പ്. ഞാൻ കുളിക്കാനുള്ള പരിപാടിയാണ്. എന്നാ മഴ കിട്ടും. കോളേജിൽ നിന്നൊക്കെ വെള്ളം ചാടണുണ്ടാവും. കോളേജല്ലേ, പള്ളിയാണ്. പള്ളിയിൽ നിന്നൊക്കെ വെള്ളം ചാടണുണ്ടാവും. നല്ല മഴ. ഞാൻ ഈ വണ്ടിക്ക് ഷീറ്റ് ഇന്ന് ഞാൻ നിർബന്ധമായിട്ടും വാങ്ങും. ഞാൻ ഇവിടെ അങ്ങനെ വലിയൊരു ഷീറ്റ് കെട്ടാനായിരുന്നു എൻ്റെ ഒരു പ്ലാന്. പക്ഷേങ്കിൽ ആ പ്ലാന് നടക്കും എനിക്ക് തോന്നുന്നില്ല. അത് കെട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊക്കെ നടക്കാം. ഇതിപ്പോൾ ഇതിലൊന്നും നടക്കില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ വലിയ ഷീറ്റ്, അതിന് കുറച്ച് റേറ്റ് ഉണ്ട്, അതാണ്. ഇല്ലാന്നാണെങ്കിൽ ഇതിന് ഒരു 10-200 റുപ്യൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് ഇതിന് മാത്രം കെട്ടാം എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റേത് ഇടങ്ങേറാണ്, ഇങ്ങനെ വെള്ളമല്ലേ, എപ്പോഴും തട്ടിക്കഴിഞ്ഞാലേ വീണ്ടും തുരുമ്പ് കയറും. ഇപ്പോൾ തുരുമ്പൊക്കെ കളഞ്ഞ് നമ്മൾ പെയിൻ്റ് അടിച്ച് നിർത്തിയതാണ്. അപ്പോൾ എന്നെ അതിന് ഷീറ്റ് എന്തായാലും വാങ്ങട്ടോ, നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ വാങ്ങിയിരിക്കും. നീച്ചല്ലേ? എനിക്ക് 9 മണിയാകാനായി. വണ്ടിയിലാണ്. അപ്പോൾ നമ്മുടെ കർട്ടൻ വെക്കുന്ന ക്ലിപ്പാണത്. ഇതുമലാണ് ഇത് ലോക്കാവുന്നത്, ഈ കർട്ടന്. പക്ഷെങ്കിൽ ഇവിടത്തെ പൊട്ടിപ്പോയി, പഴയതാണ്. അപ്പം അത് പൊട്ടും. ആ പൊട്ടിയത് മാറ്റണം. ഇന്ന് സമയം 8:20 8:20 ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്രയും നേരത്തെ നമ്മൾ ഇതുവരെ അടുത്തൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. 8:20 എഡിറ്റിങ് വരെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റുണ്ടത്, കാരണം ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. റോട്ടിലൊക്കെ കണ്ടോ, നല്ല കലങ്ങിയ വെള്ളമാണ് വരുന്നത്. കലങ്ങിയ വെള്ളം. ഒന്ന് കുത്തൊലിച്ച് പോകണം. ഇവിടെ ഉള്ള വേസ്റ്റ് കെട്ടി കിടക്കണ്ടൊക്കെ കുത്തി ഒലിച്ച് അങ്ങനെ പോകണം. ഈ തോടും പാടൊക്കെ ഒന്നാവട്ടെ. ഈ റോഡ് മറയും വെള്ളം. സാധാരണ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അത് ശക്തമായ മഴ വന്നു കഴിഞ്ഞാല് ഇപ്രാവശ്യം ഉണ്ടാവുമ്പോ നമ്മൾക്ക് നല്ലൊരു വിഷ്വല് കിട്ടുന്നതാണ്. ഇവിടെ സന്തോഷമാണ് അങ്ങനെ വെള്ളം കയറി വരുമ്പോ, കാരണം കാണാത്തൊരു കാഴ്ച കാണാണ്. പലയിടങ്ങളിലും അന്ന് വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അറിയാം. സ്റ്റാൻഡിൽ അത്യാവശ്യം വണ്ടികൾ ഉണ്ട് കേട്ടാ. ഞാനൊരു 6ാമത്തെ വണ്ടിയായിട്ടാ, അല്ലെങ്കിൽ 6ാമത്തെ ആയിരിക്കും വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കുക, വണ്ടിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ നടക്കൂല. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, കൈയൊക്കെ കൂപ്പിയേണ്ട, കൈയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച്. കൈനീട്ടം കിട്ടി 30 രൂപ. തിരിച്ചങ്ങാടിയിലേക്ക് തന്നെ പോവാണ്. മഴ ഇപ്പൊ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇരുണ്ട് മൂടി കെട്ടി കിടക്കുന്ന കാലാവസ്ഥ. മഴ ഇനി പെയ്തുകൊണ്ടേ ഇരിക്കന്നെയാവും കേട്ടോ. ഇനിയിപ്പൊ അങ്ങനെ തന്നെ അല്ലേ. 2-3 ലോക്കലൊക്കെ പോയി. അങ്ങാടിയിൽ മഴ കാരണം എല്ലാവരും ബൈക്കിൽ വരുന്നവരൊക്കെ കാറിന് വന്നാണ്ട് അങ്ങനത്തെ ഒരു തിരക്ക്. പിന്നെ കാറല്ലേ, അപ്പൊ അവർക്ക് വലിയൊരു എന്താ പറയാ, അധികം ആളുകൾക്ക് വയ്യാത്തൊരു പരിപാടിയാണത്. ഞാൻ അധികം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒരു എക്സ്പീരിയൻസ് കുറവാണ്, അല്ലാത്ത പ്രശ്നമൊന്നുമല്ല. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ വേഗം മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പമ്പിലേക്കാണ്. എനിക്ക് എണ്ണ അടിക്കാനല്ല, ഞാനും പക്ഷെ കൂട്ടത്തിൽ അടിച്ചാലൊന്നും കേൾക്കുന്നു. പക്ഷെ എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുറച്ച് ചെയ്യട്ടെ. ഞാന് എന്റെ ഫ്രണ്ട് എണ്ണ അതിന് കുടുങ്ങിയത്, അപ്പൊ അവന് വേണ്ടിയിട്ടാണ്. എണ്ണ മേടിച്ചിട്ടുണ്ട്. ഒരു 100 രൂപയുടെ എണ്ണയാണ് മേടിച്ചത്. 1 ലിറ്റർ തികയില്ല. 1 ലിറ്ററിന് 103 രൂപയുടെ എണ്ണ വേണ്ടേ. 103 രൂപ എടുക്കണം. അതാ നിൽക്കണ ഇവിടെ. എന്താണ് വണ്ടി ഇങ്ങോട്ട് കയറ്റിയോ? ഇങ്ങോട്ട് സ്റ്റാർട്ടായോ? 100 റുപ്യൊക്കെ വാങ്ങിയോ? പുതിയതൊക്കെ തന്നെ അല്ലേ അടിക്കലുള്ളൂ. ഇനി പമ്പ് പോയിക്കോ. അതാരല്ല പോട്ടെ, ആയിക്കോട്ടെ. ക്യാമറ ഫ്ലാഗുണ്ട്. നെഞ്ചത്ത് കയ്യേക്ക. നാണക്കേട്. അയ്യേ, ഇത് നാണക്കേട്, നാണക്കേട്, ഇത് മാനക്കേട്.
എന്താ പറയാ, എണ്ണ കഴിഞ്ഞാണ്ട് ട്രിപ്പാരെ ടോച്ച് വന്നേക്കായിരുന്നു. ഞാൻ പോയി നോക്കട്ടെ, ലൈനിൽ കയറാൻ നമുക്ക്. ലൈനിൽ വണ്ടി നിർത്താൻ ഗ്യാപ്പില്ല. ലൈനില് പ്രൈവറ്റ് വണ്ടികൾ നിർത്തിയിട്ട് നമുക്ക് വണ്ടി നിർത്താൻ ഗ്യാപ്പില്ല. ഒരു ലോറി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലോറി, അത് കഴിഞ്ഞിട്ട് ഒരു കാറ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും കാറ്. പക്ഷെ എന്താണ്, എവിടെ ഇട്ട് എവിടെ ഇതിലൊക്കെ ആളുണ്ടോ? ഇതൊന്നും ആളില്ല. എന്താ തീരെ ഗ്യാപ്പില്ല. ഇനി എന്താ വെച്ചാൽ ഇവിടെ നോക്കിയാൽ നമ്മൾ കാണൂല വണ്ടി പോയണോ ഇല്ല എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ വിഷയം. വണ്ടി പോയിക്കണോ ഇല്ലെന്ന് കാണൂല. അപ്പൊ എന്താവും, നമ്മളിവിടെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുക, അവിടെ വേറെ ആരും കൊണ്ടുവന്ന് കയറ്റും. അതാണ് പ്രശ്നം. ഈ രണ്ട് വണ്ടിയിലും ആളില്ല. ഇവിടെ ഒരു ഗുഡ്സ്, അത് മീൻ വണ്ടി. എന്താണ് കുറച്ചേരം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിക്കാം. വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ. ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ അവിടെ വണ്ടി പോയാൽ നമുക്ക് കാണൂല. അത് നിൽക്കുക. ഇതൊക്കെ ഒതുക്കി നിർത്തിയിരിക്കണം. KL 71 ഇതൊക്കെ വണ്ടൂർക്കാരെ വണ്ടികൾ തന്നെ കേട്ടാ. KL 71 ആകുമ്പോൾ നമ്മളവിടെ ഉള്ള വണ്ടികൾ തന്നെ. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടിയതാണ്. 70 രൂപയുടെ ട്രിപ്പ്. നമ്മുടെ അവിടെ പാർക്കിംഗ് ഒക്കെ അത് വിപുലീകരിച്ചിട്ട് എന്താ പറയാ, സെറ്റപ്പ് ആയിട്ടാണ്. സൗത്ത് റെയിൽവേ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ അടുത്തേക്ക് കിട്ടിയ അപ്ഡേഷൻ പ്രകാരം പറയുകയാണെങ്കിൽ വന്ദേ ഭാരത് കമ്മിങ് സൂൺ ആണ് മക്കളെ. വന്ദേ ഭാരത്, അതുപോലെ തന്നെ നഞ്ചങ്ങോട് പാത, അതും തന്നെ വരുന്നു എന്ന് കേക്കിലൊരു കുറെ ആയി. ഒന്ന് വന്നിട്ട് വേണം ട്രെയിനിൽ കയറിട്ട് നഞ്ചങ്ങോട്ടേക്കൊന്ന് പോവാം. അല്ല പിന്നെ ഇവിടെ വമ്പ സെറ്റപ്പിക്കാരാ. നമ്മൾ കയറുന്ന പോലെ ഒന്നല്ല. കാരണം നഞ്ചങ്ങോട് വഴി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ കാശ്മീരിലേക്ക് പോകാൻ വേണ്ടി പറ്റും. കാശ്മീരിലേക്ക് പോകാൻ വേണ്ടി പറ്റുമല്ലോ എനിക്കറിയില്ല. എന്തായാലും ആസാം ഭാഗത്തേക്കൊക്കെ ഇവിടെ തന്നെ പോവാം. ഇവിടുന്ന് എന്താ പറയാ, തിരുപ്പതി ആ ഭാഗങ്ങളിലേക്കൊക്കെ ക്ഷേത്ര ദർശനം, അല്ലാതെ ബിസിനസ് പരമായിട്ടുള്ള കാർഗോ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായി കഴിഞ്ഞാണ്ടല്ലോ മക്കളെ. നിലമ്പൂര് വാണിയമ്പലം ഈ ഒരു ഇവിടെയുള്ള ചെറുകിട സ്റ്റേഷനുകൾ, വലിയ സ്റ്റേഷനുകളെല്ലാം വലിയൊരു ഹബ്ബായിട്ട് മാറും. നല്ല പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ. നല്ലൊരു മാറ്റം ഇവിടെ വരും. നാട്ടില് പാലത്തിങ്ങളാണ്. പാലത്തൊക്കെ വെള്ളമായിരുന്നു, അതിനൊക്കെ വെള്ളമായിട്ടാണ്. നല്ല രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തെ വെള്ളം കുറച്ചും കൂടി കയറി മറഞ്ഞാലേ മീനുകൾ കയറുള്ളൂ. മീൻ കയറി മീൻപിടുത്തം തുടങ്ങിയാല് നമ്മളുണ്ട് ഒരു ക്യാമ്പിങ്. ഉപദേശം കയറേണ്ടി വരും. ഇനി എവിടുക്കാ പണിക്കുക? ഓ മൈ ഗോഡ്. അപ്പൊ വയനാട്ടിൽ കയറുണ്ട്. വയനാട്ടുകാരെ ശ്രദ്ധിക്കാവനെ. ആയിക്കോട്ടെ. സത്യം നോട്ടോളി ബസ്സന്ന് 1.5 മാസം കൊണ്ട് നോക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സുമേഷ്, വെള്ളി, ബാബു, ഒരു 3 ആള് വയനാട് പോവാണ്. അവിടെ എവിടെയോ എന്താ അവർക്ക് പണി ഇവിടെ പണി കുറവായിട്ടേ പോലെ ആ ഒരു വിങ്ങിൽ പിടിക്കുകയാണ് പണി. അപ്പൊ കുറച്ച് ദിവസമായിട്ട് അവർക്ക് അവിടെ തന്നെ ആർന്നു. നാട്ടിൽ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് അവരൊക്കെ. സുമേഷൊക്കെ ഒരു 3 ആളും നാട്ടിലുണ്ടാവുകയാണെങ്കിലൊക്കെ രസമാണ്. ഞാൻ സ്റ്റാൻഡിൽ നിന്ന് കയറിയതാ. ചായ കുടിക്കണം. ഇപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ചായ കുടിക്കണോ അതോ, ഞാൻ എപ്പോഴും ചായ കുടിച്ചില്ലേ, ചെറുതായിട്ട് എന്തേലൊക്കെ ഒന്ന്. ഇന്ന് പൊറാട്ട കഴിക്കാം. ഒറ്റ പൊറാട്ട, ഒരു മുട്ട, അത് കിട്ടിക്കണമെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ 10:30 നടന്നു പോരല്ലേ, രസമാണ്. ആളൊന്നും ഇല്ല കണ്ടോ, എല്ലാരും കരവത്ത് കയറിക്കൊള്ളു ചെയ്യാം. ആൾക്കാരൊക്കെ കരവത്ത് കയറിക്കോളും. മഴയല്ല, ചെക്കന്മാര് പോണ കണ്ടിട്ടേ ട്രിപ്പ് മൈൻഡോടെ ഓണയച്ചു. ആ ബാഗും ഞാൻ ബസ്സിൽ ഇങ്ങനെ എന്താ പറയാ, ഇവിടെ നേരെ ബത്തേരി കഴിക്കാറ് എനിക്ക് കിട്ടുക. ഓരിപ്പൊ കയറുന്ന നിലമ്പൂരിലേക്കാണ്. നിലമ്പൂർ ഡെപ്പോണ്ട് പോയിട്ട് അവിടുന്ന് ബത്തേരി, എന്നിട്ട് അവിടെ നിന്ന് ഓരോ സൈറ്റ് ഏതോ സ്ഥലം പറഞ്ഞു, പുൽപ്പള്ളിയോ എന്തോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. 12:15 ഒരു 50 രൂപയുടെ ലോക്കൽ പോകുന്നതാണ്. നമ്മൾ 8:30 ഇറങ്ങിയിരിക്കണല്ലോ. 8:30 ഇറങ്ങി എന്ന് കരുതിയാണ്ട് കൂടുതൽ ഓട്ടം കിട്ടുമൊന്നുമില്ല കേട്ടോ. കൊല്ലാരം മഴയൊക്കെ ആയതുകൊണ്ട് കൂലിപ്പണിക്കാർക്ക് പണിയില്ല, മനസ്സിലായോ? ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക്, അതായത് കരിങ്കല്ലും പടവ്, വെട്ടല്ലും പടവ്, സെൻട്രിങ്, വാർക്ക്, കോൺക്രീറ്റിങ്, അങ്ങനെ തുടങ്ങിയുള്ള ആ ഒരു മേഖലയിൽ വരുന്ന ഒട്ടുമിക്ക പണി സ്റ്റോപ്പായി കിടക്കും. പിന്നെ കരിങ്കല്ലിന്റെ കോറി ഉണ്ടല്ലോ, കോറികളൊക്കെ അടക്കും. കാരണം എന്താ, മഴ പെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കളക്ടർ അടക്കാൻ വേണ്ടിട്ട് പറയും, പൂട്ടാൻ വേണ്ടിട്ട് പറയും. അപ്പൊ കല്ലിറങ്ങിയാലേ പടുവിന്റെ പണി അടക്കുള്ളൂ. പടുവിന്റെ പണി നടന്നാലേ ബാക്കിയുള്ള പണികൾക്കൊക്കെ സ്കോപ്പുള്ളൂ. അപ്പൊ പടുവിന്റെ പണി എടുക്കുന്ന എന്റെ നാട്ടിലെ എല്ലാവരും ലീവാണ്. ആർക്കും കല്ലില്ല, പണിയില്ല. അപ്പൊ ഞങ്ങൾക്കും തന്നെ ഓട്ടം കുറയും കേട്ടോ.
കാരണം ഞങ്ങൾക്ക് ഇവരുടെ ഓട്ടം തന്നെയുള്ളത്. ഞാനേ ഓട്ടൊക്കെ തൽക്കാലം നിർത്തിയിട്ട് വീട്ടിലാണ്. നമുക്കൊരു പണിയുണ്ട്. പണി ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഇവനിങ്ങനെ ഈ കിടത്തം കിടന്നാൽ അത് നമ്മൾ ചെയ്യുന്നത് വളരെ എന്താ പറയുക മോശം പരിപാടിയാണ്. വണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഇതുവരെ ഷീറ്റ് കെട്ടിയിട്ടില്ല. ഇവിടുന്ന് ഇങ്ങനെ ഷീറ്റ് ഇതുവരെ കെട്ടിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഏതായാലും ഞാനൊരു 70 GM-ൻ്റെ വാങ്ങിയിട്ടുള്ളത് 15-12 ഷീറ്റാണ്. 15 അടി നീളവും 12 അടി വീതിയും. അങ്ങോട്ട് 12 അടി കിട്ടും, ഇങ്ങനെ 15 കിട്ടും. പക്ഷേങ്കിൽ പായ് വാങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇതിൻ്റെ മടക്കുണ്ടല്ലോ, ഇതിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു ഹുക്കിൻ്റെ മടക്ക്, ആ ഒരു മടക്കും കൂടി കൂട്ടിയിട്ടാണ് 15 അടിയും 12 അടിയും വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഒരു അരമുക്കാലടിയോളം ആ ഒരു മടക്ക് രണ്ട് സൈഡിലുള്ള 4 ഭാഗത്തുള്ള മടക്കുകൾക്ക് പോകും. അത് ചുരുങ്ങിയിട്ടുള്ളതേ ഷീറ്റ് ഉണ്ടാവുള്ളൂ. ഷീറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് ഇതുമ്മൊരു റേറ്റ് ഉണ്ട്, പക്ഷേ ആ റേറ്റ് അല്ല എൻ്റെ നിന്ന് വാങ്ങി. ഇതുമ്മത്തെ റേറ്റ് 986 റുപ്യ എന്നൊക്കെയാണ് MRP കൊടുത്തിട്ടുള്ളത്. പക്ഷേ എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഇത്ര ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ വില. MRP കൊടുക്കുക തന്നെ കണ്ടമാനം എഴുതി കഴിഞ്ഞാൽ എന്താ ചെയ്യുക. 490 രൂപയാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ചിലപ്പോൾ തോന്നുന്നു അതിനേക്കാൾ കുറഞ്ഞും ഈ ഷീറ്റ് കിട്ടും. ഈ 490-ലും കുറഞ്ഞ് കിട്ടുന്നുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ മേലേക്കാവും നിങ്ങളവിടെയൊക്കെ കിട്ടുക. എന്തായാലും ഇതാണ് ഷീറ്റ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കയർ വാങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇത് ഇന്ന് തന്നെ കെട്ടണം. മടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇത് കെട്ടുമ്പോഴേക്ക് നമ്മൾക്ക് വെള്ളം അങ്ങോട്ടാണ് പോകേണ്ടത് റോട്ടിക്ക്. പക്ഷേ അതിൻ്റെ മേലെ കൂടെ ജോയിൻ്റായിട്ട് വരുമ്പോഴേ നമ്മൾക്ക് ഞാൻ ശരിക്കും പറഞ്ഞ് കാണിച്ചു തരാം. ജോയിൻ്റായിട്ട് വരുമ്പോഴേ നമ്മൾക്ക് എങ്ങനെ പറ്റുള്ളൂ. അതെന്താ ഹരിതസേന വരുന്നുണ്ടോ പഞ്ചായത്ത്? അതായത് അവന്മന്ന് ജോയിൻ്റായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ അവിടെ ഈ ഒരു കഴുങ്ങൊക്കെ താഴ്ന്നു പോയിണ്ടോ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. അത് വെയിറ്റ് ചെയ്യുന്നപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു ഷേപ്പായിട്ടുണ്ട്, തൂങ്ങിയിട്ടുണ്ട്. ആ പ്രശ്നമല്ല, അതങ്ങനെ നിൽക്കും, വലിയ താഴ്ചയൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വെള്ളം ചാടണ്ട. പക്ഷേങ്കിൽ ഇങ്ങോട്ടേക്ക് ചാടില്ല, കാരണം ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ മേലെ കൂടെ വരുമ്പോഴേക്ക് ഹൈറ്റ് കയറും. അപ്പോൾ ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ ഈ മൂല ആ മൂല അവർ സെയിം ഹൈറ്റ് ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് സ്ലോപ്പ് കൊടുത്തിട്ട് വെള്ളത്തിനെ ഒന്നില്ലെങ്കിൽ റോട്ടിൽ ഇവിടെ ചാടിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക് തന്നെ ചാടിച്ചിട്ട് വെള്ളത്തിൽ അങ്ങനെ താഴത്തിൽ കൂടെ ഒലിച്ച് പോകുന്ന രീതി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാനപ്പത്തിന് ഭക്ഷണം കഴിക്കട്ടെ. ഇന്ന് എന്താ കറി എന്താണാവോ? കറി ചിലപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു മന്തിക്ക് അൽഫാം 3 പീസ് വാങ്ങി. 3 പീസ് വാങ്ങിയിട്ട് എല്ലാവരും ആകെ ഓരോ ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചത്. ഞാൻ അതുണ്ടോ? അതില്ല. വത്തലോ? ഈ വത്തൽ ഇനിയും കഴിഞ്ഞില്ല? ഈ വത്തൽ ഇനിയും കഴിഞ്ഞിട്ടില്ലേ? അപ്പം ഞാൻ മോശക്കാരനായോ? അപ്പോൾ ഇതും കൂട്ടി കഴിച്ചിട്ട് നൈസായിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് അത് കെട്ടിയിട്ട് ഒരു 3 മണി 4 മണിയാവത്തെ പരിപാടി തീർത്ത് അങ്ങാടിയിലേക്ക് ഓടാൻ വേണ്ടി പോകണം. 440 റുപ്യക്കെല്ലാം ഓടിയിട്ടുള്ള 6 റുപ്യക്ക് ഓടാനുള്ള ഒപ്പ് നോക്കണം. അതായത് ഞാൻ നേരത്തെ അതിലെങ്ങനെ കയറിയിട്ട് വീടിൻ്റെ സൺസൈഡും കൂടെ അങ്ങനെ വന്ന് അതിൽ ഷീറ്റ് ഇട്ടൊന്ന് ജസ്റ്റ് നോക്കി. എന്നിട്ട് ഇവിടെ താഴത്ത് ഒരു കെട്ടിയാണ് ഇതിൻ്റെ അളവ് കാര്യമൊക്കെ നോക്കിയാണ്ട്. കയറ് പരിമിതി ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ അങ്ങോട്ട് കയർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഇവിടുന്ന് എവിടെ വരെ ഷീറ്റ് എത്തും നോക്കട്ടെ. ഇനി ഈ ഒരു സൈഡിലേക്ക് കെട്ടാം നമുക്ക്. നേരത്തെ ഞാനിത് ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേങ്കിൽ ഇതല്ല ഇതിൻ്റെ കയറുന്നതൊക്കെ ഇതിലപ്പം മൈക്കോണല്ല. ഇപ്പം മൈക്കോണാണ്. വഴിക്കണത് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇല്ല കൊണ്ട് ഈ അയക്കൻ്റെ അപ്പുറത്ത് കൂടെ. വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഷീറ്റ് 15 അടി, വണ്ടിനെ കുറച്ച് ബാക്കിക്ക് തന്നെ തള്ളേണ്ടി വരും. ഉണ്ടാ കുറച്ച് ഒരു ചെറിയൊരു ഇതുള്ളൂ. ഒരു ചെറിയൊരു ഗ്യാപ്പിൻ്റെ കുറവാണുള്ളത്. അപ്പോൾ വണ്ടിനെ എന്താട്ടണം വെച്ചാൽ ബാക്കിക്ക് തള്ളണം, കുറച്ച് തള്ളി വെച്ചാൽ മതി. ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ നടക്കുമ്പോഴേ പേടിക്കണം, വഴുക്കി വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് തൂക്കത്തിൽ കിട്ടുന്ന ഷീറ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് അതൊന്ന് കരുതിയത്, അത് വാങ്ങിച്ചിട്ട് കെട്ടിയാലോ എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട പറയാൻ, കാരണം അത് കൃത്യമായ രീതിയിൽ അത് നിൽക്കൂല. ഇത് ആകെ കുറച്ച് ആവശ്യമുള്ളൂ. വണ്ടി അടുത്ത മാസമൊക്കെ ആയിട്ട് പോകും നമ്മളടുന്ന്. അടി കൂടെ വന്നാൽ കയറുകൂടി. അതായത് പരിപാടി ഇങ്ങനെ തുടങ്ങി ഏതാണ്ടൊക്കെ അവസാനിക്കാനായപ്പോഴേക്ക് മഴ പെയ്തു. വണ്ടിനെ ഫുള്ളായിട്ട് അവിടെ കവറാവില്ല. അപ്പോൾ വണ്ടിനെ കുറച്ചിങ്ങോട്ട് ബാക്കിൽ തന്നെ തള്ളേണ്ടി വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഇനി മഴ പോയിട്ട് പരിപാടി നടക്കുള്ളൂ. തേങ്ങമരപ്പണി മുഴുവനാക്കാൻ വേണ്ടി പറ്റിയില്ല. എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞിരുന്നു അവൻ്റെ അച്ഛനെ കൊണ്ട് മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്.
ഇവിടെ ഒന്നുകൂടി അയച്ചു കെട്ടണം. അങ്ങനെ കുറച്ചും കൂടി പരിപാടി ചെയ്യാണ്ട്. എന്തായാലും ഇപ്പം ഇനി വന്നിട്ട് അടക്കുള്ളൂ പരിപാടി. വണ്ടി നമ്മൾ കുറച്ച് ബാക്കൊക്കെ നിർത്താട്ടോ. വണ്ടി മണ്ണും ചാടാം, ആകെ വെള്ളം ഇതിന് ചീറ്റിടാൻ മറിഞ്ഞ നോക്കല്ല. കയറി ഇരിക്കാൻ വേഗം പോകാൻ സമയമില്ല. ഒരു വിളിച്ചിട്ട് കുറച്ച് നേരമായി. ഞാൻ ചോറിനാണ് അറിയാം. മഞ്ചേരി ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മലബാർ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വേറെ സംഭവം ഉണ്ട്. ഞാൻ ഇപ്പോൾ മഞ്ചേരി വരെ നമ്മളാണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ വീഡിയോ എന്ത് കണ്ണനും അച്ഛനും കുഴപ്പമില്ല. ഞാൻ ഇതുണ്ടെങ്കിൽ ഗ്ലാസ് ഒക്കെ വേണ്ട. ഗ്ലാസ് എനിക്കിവിടെ സ്പോട്ടില്ല. ഇതുണ്ട്. അത് ലെവലല്ല. എന്താ ലെവലാകാത്ത? വണ്ടൂർ ടൗണിൽ നിന്ന് രണ്ടാളത്തുണ്ട് തെറ്റ്. വേറെ ഓട്ടോറിക്ഷൻ്റെ ബാക്ക് വന്ന് പോയതാണ്. നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടാടത്തുണ്ട് തെറ്റ്. എൻ്റെ അടുത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ലെവലാകുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് വലിച്ചു നോക്കുകയാണ്. ഇങ്ങോട്ട് കിട്ടും, പക്ഷെ അങ്ങോട്ടാണ്. ആ ഒരു പഴയ ലെവലിക്കണ്ട് വരണമെങ്കിൽ കുറച്ച് പണിയാണത്. ഇതാണ് ആ ലെവല്. ഇങ്ങനെ ആയിരുന്നു നമ്മുടെ ക്ലാസ് ഒന്നിന്. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷ പുതുതായിട്ട് വണ്ടി എടുക്കുന്ന കുറച്ചുകൂടി ബെൻഡായത് എടുക്കുന്ന ആളുകളോടൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. ചെറിയൊരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് ഇവിടെ ഇല്ല, ഉണ്ടല്ലേ. ഒരു ഉപദേശം തരാം. വേറെ ഒന്നുമല്ല, ഈ സാധനം ഉണ്ടല്ലോ, അതിന് നെട്ട് പൂർണ്ണമായിട്ട് മുറുക്കി നല്ല ടൈറ്റ് ആക്കരുത്. ഇത് നമുക്ക് ഇങ്ങനെ ഇപ്പം ഞാൻ കൈകൊണ്ട് പിടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നില്ലേ, അങ്ങനെ പോകുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ ദം എടുക്കുമ്പോൾ അങ്ങോട്ടേക്കൊന്ന് നല്ല രീതിയിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിഡിൽ ലെവലിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകണം. ഇല്ലാന്നാണെങ്കിൽ ഇതുപോലെ തട്ടുമ്പോഴും ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയാണെങ്കിലും, ഇപ്പോൾ ഗുഡ്സ് മറ്റുള്ള വണ്ടികളൊക്കെ ആണെങ്കിലും, ഏത് വണ്ടി തട്ടുകയാണെങ്കിലും ഇത് നല്ല ടൈറ്റാണ്. നോട്ടിക്കോളൂ, നല്ല ടൈറ്റാണ്. നമുക്ക് ഇതിവിടെ തട്ടിയിട്ട് കണ്ണാടി പൊട്ടും ഒന്ന്. രണ്ടാമത്തത് ഇവിടെ നമ്മൾക്ക് സ്ക്രാച്ച് വരാം, ബെൻഡ് വരാം. അല്ലെങ്കിൽ ഈ സാധനം പൂർണ്ണമായിട്ട് പോകും. കണ്ണാടി എന്തായാലും പോകും, മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയൊരു ലൂസിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായി, ആ വണ്ടി തട്ടിയാണ്ട് അത് അങ്ങനെ അവിടെ ചാഞ്ഞ് കിടന്നു. എനിക്കത് വീണ്ടും ഉപയോഗിക്കാനായി. ആ തട്ടിയ വണ്ടിൻ്റെ വുഡോ ഇന്നറോ ഒന്നും, ആ വുഡാണ് ബാക്ക് ഇപ്പൊ ആ മൂലല്ല, ഈ ഒരു മൂലം തട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തട്ടുമ്പോഴേക്ക് ആ ഒരു വണ്ടിക്കും തന്നെ പരിക്കില്ല, നമുക്കും പരിക്കില്ല. ഇനി ഇവിടെ ഇരിക്കണം. ഇപ്പൊ സമയം എന്ന് പറയുന്നത് കണ്ടോളൂ, 4:26, 4:44, 3:44. ഇപ്പൊ 3:44 നമ്മളിവിടെ ഇരുത്താൻ തുടങ്ങി. ഇനി എപ്പോഴും ഇവിടെ നിന്ന് പോകാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ രാത്രി 8 മണിയാവും, 9 മണിയാവും, 10 മണിയാവും. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്. എന്താ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഈ വണ്ടിൻ്റെ ഉള്ളിൽ. മഴ പെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെയാണ്, ഗുഡാണ്. നേരെ സമയം 6:52. പക്ഷികളുടെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. മൊത്തത്തിൽ ഇരുടായി. ഇപ്പോഴാണ് അവരത് കഴിഞ്ഞത്. ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവനവിടെ വരുന്നത് അല്ല, ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കേട്ടാ. ഓക്കെ, നാട് വണ്ടൂർ കഴിയോ ക്ഷീണിച്ചാം. ഇവിടെ കടന്ന് വണ്ടിയിൽ കിടക്കില്ലേ. പന്തൽ പണി പുരോഗമിപ്പിക്കണം. ഇപ്പം സമയം 8 മണി. 8 മണിയാ പപ്പരപ്പോ അതിൽ പഠിക്കുകയാണ്. സമയം 8 മണിയായി. മഞ്ചേരിയിൽ നിന്നും വണ്ടൂരിലേക്ക് 8 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. കുറച്ച് നേരത്തെ എത്തിക്കണം. ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഓടിയത് ഇത് ഞാൻ ഏതാണ്ട് നമ്മൾക്ക് ഇതൊരു ഈ ട്രിപ്പ് എന്ന് പറയുമ്പോഴേക്ക് ഒരു 10-600 രൂപ, 600 അല്ല കേട്ടോ, ഒരു 700 രൂപ മേടിക്കാവുന്ന ട്രിപ്പാണ്. വെയിറ്റിങ്ങും ഒക്കെ പാടെ കൂട്ടിയിട്ട്. പക്ഷെ നമ്മളിതിൽ വെയിറ്റിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കും. അപ്പോൾ അവനെനിക്ക് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വരുന്നവനാണ്. ഇനി നമ്മളിവിടെ ഇല്ലാത്ത നേരത്തെ പോലും, അതായത് ഞാൻ യാത്രയിലാണെങ്കിൽ പോലും വീട്ടിൽ ചെല്ലടാ, ചെറിയ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഓടി വരുന്ന പയ്യനാണ്. അല്ലാതെ ഒക്കെ കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഫ്രണ്ട്സുകളിലൊരു ഫ്രണ്ടാണ് അവന്. അപ്പോൾ അവൻ്റെ അച്ഛനാണ് വയ്യായിക്കുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിൽ നമുക്കിങ്ങനെ കണക്ക് പറയുന്നതല്ല. അവൻ്റെ ഒരു 600 രൂപ നീട്ടി. പക്ഷേങ്കിൽ ഞാൻ 500 രൂപ മേടിച്ചിട്ടുള്ളൂ. അതന്നെ അവൻ ഒരുപാട് നിർബന്ധിച്ച് 600 പിടി എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ മേടിച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഇത്രയും ബന്ധം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ അവനോട് നമ്മൾ പറയും, ഞാനല്ലാത്ത സമയത്ത് വേറെ ആരെങ്കിലും പോരുകയാണെങ്കിൽ ഇത്ര ചാർജ് വരും കേട്ടോ എന്നുള്ളത്.
അപ്പോൾ കുഴപ്പമില്ല. ശരിക്ക് ഞാനെന്താ വെച്ചാൽ ഓട്ടം വളരെ മോശമായതുകൊണ്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അറിയാമല്ലോ. അല്ലാന്നാണെങ്കിൽ നമ്മളനുസരിച്ച് വീണ്ടും നിന്ന് കൊടുത്തിരുന്നു അവന്. അതിലൊക്കെ പോട്ടെ. ഇനി വണ്ടീൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വലിച്ചിടണം. ഈ ഷീറ്റിനൊന്ന് ലെവലാക്കി കെട്ടണം. ആ 2 പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബുക്കൊന്ന് തുറന്ന് നോക്കണം. കുറച്ചും കൂടി 2-3-4 പേജും കൂടി വായിക്കണം. വേണ്ടതെടുക്കണം, വേണ്ടാത്ത തള്ളിക്കളയണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഒരു 440 500 940 നമ്മൾ ഓടി കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.